താനൂരിലെ നാട് വിട്ടുപോയ കുട്ടികളുടെ പേര് തേടി പോലീസ് മുംബൈയിലേക്ക് പോവുകയാണ്. മലപ്പുറം താനൂരിൽ വിദ്യാർത്ഥിനികൾ നാടുവിട്ട സംഭവത്തിൽ അന്വേഷണ സംഘം മുംബൈയിലേക്ക്. കുട്ടികളെത്തിയ മുംബൈയിലെ സലൂൺ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തും. ചില ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ നീക്കം. താനൂരിൽ നിന്ന് മുംബൈയിലെത്തിയ പെൺകുട്ടികൾക്ക് പ്രാദേശിക സഹായം കിട്ടിയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വരും. കുട്ടികളെത്തിയ ബ്യൂട്ടി പാർലറിനെതിരെ ആരോപണം കൂടി ഉയർന്ന സാഹചര്യത്തിലാണ് പോലീസ് നടപടി. വിഷയത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട സ്കൂൾ അധികൃതർ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. ഇതിന്റെ പിന്നിൽ ഈ കുട്ടികളെ സഹായിച്ച ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി എങ്ങനെ ഇവരുമായി സൗഹൃദം സ്ഥാപിച്ചു? അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള ഒരു ആശങ്ക വലുതാണ്. അത് കൃത്യമായ രൂപത്തിൽ തന്നെ പോലീസ് അന്വേഷിക്കണം. തീർച്ചയായും ഇതിന്റെ പിന്നിൽ ഒരു പക്ഷേ വലിയൊരു റാക്കറ്റ് ഉണ്ടായിരിക്കും. സർക്കാർ നിയന്ത്രണത്തിലുള്ള സംരക്ഷണ കേന്ദ്രത്തിൽ തുടരുന്ന പെൺകുട്ടികളെ തിരൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാത്തത് അന്വേഷണ സംഘത്തിന് തിരിച്ചടിയാണ്. കുട്ടികളെ വീട്ടിലേക്ക് അയക്കുന്നതിന് മുൻപ് വീണ്ടും കൗൺസിലിംഗ് നൽകും. നാടുവിടാൻ സഹായം നൽകിയ റഹീം അസ്ലം എന്ന അക്ബർ റഹീമിന്റെ കൂടുതൽ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു. കേവലം 4 മാസത്തെ സൗഹൃദം മാത്രമാണ് കുട്ടികളുമായി ഉണ്ടായിരുന്നതെന്നും ഫോണുകൾ പരിശോധിച്ചതിലൂടെ പോലീസിന് വ്യക്തമായി. ഇയാളെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങില്ല. 24 തിരൂർ.